ലാപ്പും കോപ്പും വേറെ എന്തൊക്കെയുണ്ട് അതും കൂടെ എടുത്തോ. എന്ത് നോക്കിയിരിക്കുന്നെ, പോയി എടുത്തോട്ട് വാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, എന്റെ ചെറുക്കനെ വഴിതെറ്റിക്കാൻ വന്നിരിക്കുന്നവള്. അവക്ക് പൊറുക്കാൻ എന്റെ ചെറുക്കനെ കിട്ടിയുള്ളൂ, നാണമില്ലാത്തവൾ. എന്താ ഇനി ദേവികയുടെ പദ്ധതി? ഇവിടെ തന്നെ താമസിക്കാനാണോ? അമ്മ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നതാ. അച്ഛനോടും പറഞ്ഞതും എടുത്തതൊന്നും എനിക്കറിയണ്ട. അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് മനോഹരേട്ടനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഗൂഢാലോചനയ്ക്ക് കണ്ടെത്തിയ താവളം കൊള്ളാം. ദേവിക മോളെ, മോളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. മോളുടെ ഭാഗത്താണ് ന്യായമെന്നും എനിക്കറിയാം. ഇപ്പോ ഈ ദിവസങ്ങളിൽ സിദ്ധുവിനെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തിയത് ദേവികയുടെ സാന്നിധ്യമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ. സാരമില്ല ചേട്ടച്ച, ഓക്കെ, എന്റെ തെറ്റായിട്ടാന്നിരിക്കട്ടെ. എന്റെ വിധിയ. ഓ, വീട്ടിൽ അച്ഛൻ, ഇവിടെ ചേട്ടച്ഛൻ, എന്തോ വേണം പിന്നെ. എന്ത് ചെയ്താലും സപ്പോർട്ടിന് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. എടാ കൊച്ചനെ, നിന്നോട് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല, താല്പര്യമില്ലാത്തോണ്ടാ. കാരണം എന്താണെന്ന് അറിയാമോ? ചിലരോട് ഗുസ്തി പിടിച്ചാൽ സ്വന്തം ശരീരത്തിൽ ചെളി പറ്റുമെന്നല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. നീയും ആ ഗണത്തിൽപ്പെടും. ആരാ എന്താ എന്നൊക്കെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ?